നുറുക്കുഗോതമ്പ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് നുറുക്കുഗോതമ്പാണ് കേട്ടോ. അത് നമുക്കൊന്ന് കുതിർത്തി വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 തവണ ഒന്ന് കഴുകിയെടുത്താൽ മതി. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറഞ്ഞ സമയമുണ്ട്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ മിനിമം എന്തായാലും വെക്കാം. 3-4 മണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് നമുക്ക് 3 അച്ച് ശർക്കരയാണ് കേട്ടോ വേണ്ടത്. അത് കറക്റ്റായിരിക്കും മധുരം. അപ്പോൾ ഞാൻ 3 അച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മതി. വെള്ളം കൂടിപ്പോയാൽ ഇത് ശരിയായി കിട്ടില്ല. അപ്പോൾ അളവുകളെല്ലാം വളരെ കൃത്യമായിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇത് അവിടെ ഉരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. എത്രത്തോളം വെള്ളം കുറച്ച് അരക്കാൻ പറ്റുമോ അത്രയും കുറച്ചെടുക്കുക. പിന്നെ നമുക്ക് 3 ഏലക്കായ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന റവയാണ്. വറുത്ത തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അഥവാ നിങ്ങളുടെ മാവ് കുറച്ച് ലൂസായി പോയി അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ റവയോ അരിപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടിൽ തന്നെയാണ് ഇരിക്കണേ. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാം. ഇല്ലെങ്കിൽ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ആ ഒരു ചൂടോടെ തന്നെ നമ്മളിത് ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചപ്പോൾ കുറച്ചങ്ങ് ലൂസായി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ 1 സ്പൂണ് അരിപ്പൊടി അല്ലെങ്കിൽ റവ ചേർത്താൽ മതി. ഇത് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചുടുന്നതിന് തൊട്ട് മുമ്പ് വേണം ബേക്കിംഗ് സോഡ ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഴിയുള്ള ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. കുഴിയുള്ള ഒരു ചട്ടിയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം ഉള്ളൊന്ന് വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ 2 സൈഡും നല്ല കളറൊക്കെ ആയി ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഉള്ള എണ്ണയും കൂടെ അങ്ങ് പൊയ്ക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെയ്യപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.